ഹായ് ഓൾ, വെൽക്കം ടു ഏസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന മൊഡ്യൂൾ, ദാറ്റ് ഈസ് 4th മൊഡ്യൂൾ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ആ വീഡിയോസ് കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറക്കാതെ കാണുക. സോ സെക്കൻഡ് പാർട്ട് ഈസ് അബൌട്ട് ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്, മെയിനായിട്ടും ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇത് രണ്ടുമാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്, അതിൽ വരുന്ന ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് നോക്കാം. ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി where businesses use email to communicate with their audience. ദാറ്റ് ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതിൽ ബിസിനസ്സസ് അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇമെയിലിനെ യൂസ് ചെയ്യുന്നു. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും പ്രൊമോഷണൽ മെസ്സേജസ് ആയിട്ടും അപ്ഡേറ്റ്സ് ആയിട്ടും ന്യൂസ് ലെറ്റേഴ്സ്, ഓഫേഴ്സ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള മെസ്സേജസിലൂടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിക് ടെക്നിക്കിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ, ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അവരുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് അവർക്ക് ഏകദേശം ധാരണയുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണെന്നറിയാം. അപ്പോൾ അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നു. ദെൻ ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കമ്പനിയുടെ പ്രൊഡക്ട്സും സർവീസസും പ്രൊമോട്ട് ചെയ്യുക. പല രീതിയിൽ പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യുക, ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിയിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇമെയിൽസ് യൂസ് ചെയ്യാം. ദെൻ ടു ഇൻക്രീസ് വെബ്സൈറ്റ് ട്രാഫിക്. കമ്പനി വെബ്സൈറ്റിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കുക, കമ്പനിയുടെ ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ സൈൻ ഇൻ ചെയ്യിക്കുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടും ഇമെയിൽസ് യൂസ് ചെയ്യാം. ടു ജനറേറ്റ് ലീഡ്സ് ആൻഡ് കൺവേർഷൻ. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് വെബ്സൈറ്റ്സിൽ വന്ന് നോക്കുന്നുണ്ട്, ദെൻ അവരെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. ദെൻ ടു ക്രിയേറ്റ് ബ്രാൻഡ് അവെയർനെസ്. ബ്രാൻഡിനെക്കുറിച്ച്, പെർട്ടിക്കുലർ ബ്രാൻഡിനെക്കുറിച്ച് കൂടുതൽ നോളജ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ദെൻ ടു പ്രൊവൈഡ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് അപ്ഡേറ്റ്സ്. കസ്റ്റമേഴ്സിന് വേണ്ട വേരിയസ് സപ്പോർട്ട്സ്, ദാറ്റ് ഈസ് ഡെലിവറി അപ്ഡേറ്റ്സ് ആവാം, പോളിസി മാറിയിട്ടുണ്ടെങ്കിൽ അതാവാം, വേറെ എന്തെങ്കിലും കസ്റ്റമേഴ്സിന് വേണ്ട ഹെൽപ്ഫുൾ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കസ്റ്റമേഴ്സിനെ അറിയിക്കാനായിട്ടും ഇമെയിൽ യൂസ് ചെയ്യാം. ദെൻ ടു ഗ്യാദർ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു ഓഫർ പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വേണ്ടി മാത്രം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ അയക്കാൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിൻറ്റ്സും കൂടെ പറയാം. ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്കറിയാം ഒരു ഇമെയിൽ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എത്രത്തോളം കോസ്റ്റ് വേണ്ടി വരും എന്നുള്ളത്. നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ്. ആ ഒരു കോസ്റ്റ് മാത്രമാണ് അതിനായിട്ട് വേണ്ടി വരിക. അതുപോലെ തന്നെ പ്രിൻറ്റിങ് ചാർജസോ പോസ്റ്റേജ് ചാർജസോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ദെൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ വൈഡർ റീച്ച്. അറ്റ് എ ടൈം കുറേ ആൾക്കാരിലേക്ക് മെസ്സേജസ് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഈസി ടു പേഴ്സണലൈസ്. ദാറ്റ് ഈസ് പേഴ്സണലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈലേർഡ് ആയിട്ടുള്ള ഇമെയിൽസ്. ഒരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം, ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിന് അയാളുടെ പേര് വെച്ചിട്ട് അയാളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയാൾ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഇമെയിലൊക്കെ അയക്കാം. സോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മെഷറബിൾ റിസൾട്ട്സ്. സോ എത്ര പേര് ലിങ്ക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ദെൻ എത്ര പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിസൾട്ട് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ത്രൂ ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലപോലെ കിട്ടുന്ന ഒരു ഏരിയയാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അധികമായിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു അതർ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഇമെയിൽ മാർക്കറ്റിംഗ് വളരെ ചീപ്പായതുകൊണ്ട് തന്നെ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് വെബ്സൈറ്റ് ട്രാഫിക്. കൂടുതൽ ആൾക്കാരെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുന്നു. ദെൻ എൻഹാൻസ്ഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഫ്രീക്വൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി സാധിക്കും, ഓഫേഴ്സ് എന്തൊക്കെയാണെങ്കിൽ അതവരെ അറിയിക്കാം. അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും.
ദെൻ ഓട്ടോമേറ്റഡ് ആൻഡ് ടൈം സേവിങ് ഇമെയിൽസ്. സോ എല്ലാ ഇമെയിൽസും ഇരുന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദി ഇമെയിൽസ് ആർ ഓട്ടോമേറ്റഡ് ഇമെയിൽസ് തന്നെയായിരിക്കും. അത് ആൾക്കാർ ഒരു വ്യക്തി അവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ മാനുവൽ വർക്ക് ഇല്ലാതെ തന്നെ ടൈം സേവിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഹൈലി ടാർഗറ്റഡ്, ദാറ്റ് ഈസ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീപ്പിളിലേക്ക് മാത്രം നമുക്ക് മെസ്സേജസ് എത്തിക്കണമെങ്കിൽ അതും ത്രൂ ഇമെയിൽ മാർക്കറ്റിംഗ് പോസിബിൾ ആണ്. സോ ദീസ് ആർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സ്. വേരിയസ് ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. ന്യൂസ് ലെറ്റർ, പ്രൊമോഷണൽ, ട്രാൻസാക്ഷണൽ, വെൽക്കം ഇമെയിൽ, അങ്ങനെ പറഞ്ഞ വേരിയസ് ടൈപ്സ് ഉണ്ട്. ബട്ട് നമുക്കിവിടെ മെയിനായിട്ടും 2 രീതിയിലുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. സോ ഫസ്റ്റ് വൺ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ഇമെയിൽ സെൻഡ് ടു പീപ്പിൾ ഹു വില്ലിംഗ്ലി സബ്സ്ക്രൈബ്ഡ് ടു റിസീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഏതൊക്കെ ആൾക്കാരാണോ നമ്മുടെ മെസ്സേജസ് കേൾക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മെസ്സേജസ് വേണമെന്ന് ആഗ്രഹിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അവർക്ക് മെസ്സേജസ് അയക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇമെയിൽ അയക്കുന്നതിനെയാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിന് അണ്ടറിൽ വരുന്നത് അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൽ വരുന്നത് വെൽക്കം ഇമെയിൽസ്. ദാറ്റ് ഈസ് ഒരു യൂസർ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്തു, ദെൻ അവർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു വെൽക്കം ഇമെയിൽ. ദെൻ ന്യൂസ് ലെറ്റേഴ്സ്, റെഗുലറായിട്ട് ഇൻഫോർമേറ്റീവ് ഇമെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ഇമെയിൽസ് ലൈക്ക് ബ്ലോഗ്സ്, ടിപ്സ്, ട്യൂട്ടോറിയൽസ്. ദെൻ ലീഡ് നർച്ചറിങ് ഇമെയിൽസ്, ഈവൻറ്റ് ഓർ കോണ്ടൻറ്റ് അപ്ഡേറ്റ് ഇമെയിൽസ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനി അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഓൺലൈൻ സെമിനാർസ്, വെബിനാർസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട്. പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ ഇമെയിൽസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ ബിഹേവിയർ, ഓരോ കസ്റ്റമറുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇമെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതിനെയാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിലിനെയാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതാണ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് സെൻഡിങ് ഇമെയിൽസ് ടു പീപ്പിൾ ഹു ഡിഡ് നോട്ട് സബ്സ്ക്രൈബ് ഓർ റിക്വസ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ്ലി. അതായത് ഡയറക്റ്റായിട്ട് ഈ ഒരു കമ്പനീനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്കോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, ഇവരുടെ ഇമെയിൽ വേണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരിലേക്ക് കൂടെ മെസ്സേജസ് അയക്കുന്നതിനെയാണ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ സെയിൽസ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതിൽ വേരിയസ് ടൈപ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൾഡ് ഇമെയിൽസ്. കോൾഡ് ഇമെയിൽസ് സെൻഡ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്തൗട്ട് പ്രയർ കോൺടാക്റ്റ്. മുമ്പ് കോൺടാക്റ്റ് ചെയ്യാത്ത കസ്റ്റമേഴ്സ്, എന്നാൽ ഇവർ വാങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം അയക്കുന്ന മെസ്സേജിനെയാണ് അല്ലെങ്കിൽ ഇമെയിൽസിനെയാണ് കോൾഡ് ഇമെയിൽസ് എന്ന് പറയുന്നത്. Then prospecting emails is another one. It is sent to identify new leads or business opportunities. പുതിയ ലീഡ് അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്ന മെസ്സേജസ് ആണ് പ്രോസ്പെക്റ്റിംഗ് ഇമെയിൽസ്. ദെൻ മാസ് പ്രൊമോഷണൽ ഇമെയിൽസ് ഈസ് ബൾക്ക് മെസ്സേജ് പ്രൊമോട്ടിംഗ് ഓഫേഴ്സ് ഓർ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ഓഫേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബൾക്കായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മാസ് പ്രൊമോഷണൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ഫോളോ അപ്പ് സെയിൽസ് ഇമെയിൽസ്. ഒരു വ്യക്തിയെ ഫോൺ കോൾ ചെയ്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അവർക്ക് മെസ്സേജായിട്ട് ഇമെയിലായിട്ട് അയക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോളോ അപ്പ് സെയിൽസ് ഇമെയിൽസ് എന്ന് പറയുന്നത്. ദെൻ അവെയർനെസ് ഇമെയിൽസ് സെൻഡ് ടു ഇൻഫോം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അബൌട്ട് എ ബ്രാൻഡ് ഓർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു ബ്രാൻഡിനെ കുറിച്ചോ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അയക്കുന്ന ഇമെയിലിനെയാണ് അവെയർനെസ് ഇമെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ വേരിയസ് ടൈപ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെയും ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെയും ഒരു ഡിഫറൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് യൂസർ ഹാസ് ഓപ്റ്റഡ് ഇൻ. യൂസർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ യൂസർ അവർ ഓപ്റ്റ് ചെയ്യുന്ന ഇമെയിൽസ് ആണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. ഔട്ട്ബൗണ്ട് യൂസേഴ്സ് ഹാസ് നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണ്. ദെൻ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ വാല്യൂ ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ സെല്ലിംഗ് ആൻഡ് ഔട്ട്റീച്ച്. ദെൻ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിരിക്കും, പെർമിഷൻ ബേസ്ഡ് ആയിരിക്കും. പക്ഷേ ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ബ്രോഡായിട്ട് ഉള്ളതായിരിക്കും, പേഴ്സണലൈസ്ഡോ അല്ലെങ്കിൽ ആരുടെയും പെർമിഷനോ ഇല്ലാതെ തന്നെ അയക്കുന്നതാണ്.
എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എക്സാമ്പിൾ ന്യൂസ് ലെറ്റേഴ്സ്, വെൽക്കം ഇമെയിൽസ് ഒക്കെയാണ്. ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ കോൾഡ് ഇമെയിൽസ്, ബൾക്ക് പ്രൊമോഷൻസ് എക്സെട്ര. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകണം. സോ ഈ ഏരിയ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന മൊഡ്യൂളിലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, അതുപോലെ ഓട്ടോമേഷൻ ഇൻ ഇമെയിൽ മാർക്കറ്റിംഗ്, ഈ 2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്